വേർഷൻ 4ൻ്റെ സെക്കൻഡ് ജനറേഷൻ വേർഷൻ 4 ആണ് വിത്ത് TFT സ്ക്രീൻ വരുന്ന മോഡലാണ്. ഈ കാണുന്ന RM5 ഫസ്റ്റ് ജനറേഷൻ M ആണ്. അതിന് നോർമൽ LCD ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. എൻജിൻ സൈഡും ചാസിയും ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. പക്ഷേ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ഈ ബൈക്കിന് TFT സ്ക്രീനാണ് വരുന്നത്. അതായത് കംപ്ലീറ്റ്ലി കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. പക്ഷേ ഈ ഒരു ബൈക്കിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പക്ഷേ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കംപ്ലീറ്റ് ഒരു LCD ഡിസ്പ്ലേ ആണ്, വേറെ ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് ഏകദേശം ഒരു 15,000 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് കോസ്റ്റ് വരുന്നത്. ആ ഒരു വണ്ടിക്ക് ഏകദേശം 20-25 പോകുമെന്ന് തോന്നുന്നു. പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബോർഡാണ്. ഇപ്പോൾ ഈ ബൈക്കിൽ ഈ ബൈക്കിൽ കണ്ടത് നോർമൽ ടൈപ്പ് ബ്രൈറ്റും ഡിമ്മും അതുപോലെ തന്നെ പാസും എല്ലാം ഈ സൈഡിലാണ് വരുന്നത്. മീൻസ് ഈ ഒരു ഒറ്റ ഇൻ്റഗ്രേറ്റഡ് സ്വിച്ച് ആയിട്ടാണ് വരുന്നത്. ആ ബൈക്കിലെ ഡിഫറൻസ് ആണ്. പിന്നെ ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ടർ ബട്ടൺ സെയിം ആണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേക്കുള്ളിൽ നമ്മൾ ടൂഗിൾ ചെയ്ത് പോകുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു സ്വിച്ച് വെച്ചാണ് നമ്മൾ ഇതിനുള്ളിൽ ഓരോ ഇതും നമ്മൾ മാറ്റിയൊക്കെ നോക്കുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ബൈക്കിൽ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വയറിംഗ് കിറ്റ് ടോട്ടലി ചേഞ്ച്ഡാണ്. ഈ ഒരു ബൈക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് വേറെ ടൈപ്പ് വയറിംഗ് കിറ്റാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് സ്വിച്ച് ബോർഡ് നോക്കിയാൽ കാണാം. ഇതുപോലെ 3 സ്വിച്ച് ബട്ടൺ, ഈ ബട്ടൺസ് വെച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ നോക്കി പോകുന്നത്. ഇതിൽ ഡിസ്പ്ലേയിൽ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത്. പക്ഷേ ആ ഒരു ബൈക്കിൽ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ ഈ കാണുന്ന സ്വിച്ചൊക്കെ ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. ഇതിൽ ഈ ഒരു 2 സ്വിച്ച് മാത്രമായിരിക്കും നമ്മൾ സ്റ്റോക്ക് സെറ്റപ്പിൽ വരുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ് ഞാൻ മാറ്റി വേറൊരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇനി അത് എൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ വേറെ ഒരു മാറ്റവും ഇല്ല, എല്ലാം സെയിം സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ ഇതിൻ്റെ DRLs പുള്ളി ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെത് പക്കാ സ്റ്റോക്കാണ്. വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഈ ബൈക്സ് തമ്മിലില്ല. ഇന്ത്യനിലായിട്ടുള്ള ഈ ഒരു ഇലക്ട്രോണിക് സെറ്റപ്പ്സ് മാത്രമാണ് മാറി വരുന്നത്.